ബയോകെമിസ്ട്രി ഓഫ് അയൺസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അയൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പീരിയോഡിക് ടേബിളിലുള്ള അയണാണ്. അത് നിങ്ങൾക്കറിയാം, Fe ആണ് അതിൻ്റെ സിമ്പൽ, അയണിൻ്റെ സിമ്പൽ. സോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇതിൻ്റെ ബയോകെമിസ്ട്രി. അതായത് എങ്ങനെയാണ് ഈ അയൺ നമ്മളെ ബയോളജിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഏതെല്ലാം രീതിയിലാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് അതിനെക്കുറിച്ചും, പിന്നെ അതുപോലെ നമ്മളതിൽ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്. അതിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണ് അത് നമ്മൾ ഓക്സിജൻ ക്യാരി ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അയണിൻ്റെ കുറച്ച് ഫങ്ഷൻസ് ആണ് ആദ്യം പറയുന്നത്. അയൺ ആക്ട് ആസ് എ ഓക്സിജൻ കാരിയർ ഇൻ ബ്ലഡ് ഓഫ് മാമൽസ്, ബേർഡ്സ് ആൻഡ് ഫിഷ്. നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെ ബോഡിയിൽ എന്താണ്, നമ്മളെ ബോഡിയിൽ മാത്രമല്ല അനിമൽസ്, അതേപോലെ അനിമൽസാണ് എല്ലാ അനിമൽസിലെ മാമൽസ്, അതുപോലെ ബേർഡ്സ്, ഫിഷസ്, ഇതിലെല്ലാം ഓക്സിജൻ ക്യാരി ചെയ്യുന്നത് ആരാണ്? ഹീമോഗ്ലോബിനാണ് അല്ലേ. ഈ ഹീമോഗ്ലോബിൽ അടങ്ങിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കോൺസ്റ്റുവൻ്റ് ആണ് എന്ത്? അയൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് അയണിൻ്റെ ഒരു ഫസ്റ്റ് റോളാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ദെൻ ഫോർ ഓക്സിജൻ സ്റ്റോറേജ് ഇൻ മസിൽ ടിഷ്യൂസ്. നമ്മുടെ മസിൽ ടിഷ്യൂസിൽ ഇതുപോലെ ഒരു ഓക്സിജൻ സ്റ്റോറേജ് ആയിട്ട് അയൺ എന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ മസിൽസിൽ മയോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. ഈ പ്രോട്ടീനാണ് ഓക്സിജൻ സ്റ്റോർ ചെയ്യുന്നത് മസിൽസിൽ. നമ്മൾ മസിൽസിൻ്റെ ആക്ഷൻ നന്നായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ എന്താവശ്യമാണ്? ഓക്സിജൻ ആവശ്യമാണ്. ഓക്സിജൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മസിൽസിന് ഒത്തിരി ഫാറ്റിക്കൊക്കെ വരും, കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ വരും. ഓക്കെ, അപ്പോൾ അവിടെ ഓക്സിജൻ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈസി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ഇറ്റ് ആക്ട് ആസ് ആൻ ഇലക്ട്രോൺ കാരിയർ ആൻഡ് ഓൾസോ ഇറ്റ് ആക്ട് ആസ് ആൻ ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഇൻ പ്ലാന്റ്സ് ആൻഡ് ബാക്ടീരിയ. അപ്പോൾ നമ്മൾ പ്ലാന്റ്സിൽ നമുക്കറിയാം എന്താണ്, ഫോട്ടോസിന്തസിസ് ഒക്കെ നടക്കുന്നുണ്ട് അല്ലേ. അതേപോലെ ബാക്ടീരിയയിൽ ഒത്തിരി ഫങ്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. സോ ഈ ഫോട്ടോസിന്തസിസിൻ്റെ ഒക്കെ ടൈമിൽ ഇലക്ട്രോൺ കാരിയർ എന്ന് പറയുന്നൊരു സ്റ്റെപ്പ് ഉണ്ട്. അതായത് നിങ്ങൾ കുറച്ച് ഹയർ ക്ലാസ്സിലെത്തിയാൽ നിങ്ങളത് പഠിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇറ്റ് ആക്ട് ആസ് ആൻ ഇലക്ട്രോ കാരിയർ ഇൻ പ്ലാന്റ്സ് എന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഈ ഇലക്ട്രോൺ കാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് സൈറ്റോക്രോംസ് എന്ന് പറയുന്ന ഒരു തരം പ്രോട്ടീൻസ് ആണ്. ഈ സൈറ്റോക്രോമിലാണ് എന്തുള്ളത്? ഈ അയൺ പ്രസൻ്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇലക്ട്രോൺ ട്രാൻസ്ഫറും ആര് നടത്തുന്നുണ്ട്? അയൺ നടത്തുന്നുണ്ട്. അതായത് ഫെറിഡോക്സിൻ, ബാക്ടീരിയയിലുള്ള ഫെറിഡോക്സിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനിൽ എന്തുണ്ട്? ഈ അയൺ പ്രസൻ്റ് ആണ്. അതുകൊണ്ട് അവിടെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടത്താനും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അയൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ്റെ കാരിയറിങ്ങിന് വേണ്ടിയിട്ടും ഓക്സിജൻ്റെ സ്റ്റോറേജിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പറഞ്ഞു ഹീമോഗ്ലോബിനും മയോഗ്ലോബിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിലെന്തുണ്ട്? അയൺ ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ മറ്റ് ചില അനിമൽസിൽ ഈ ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും പകരമായിട്ട് ഫെറിറ്റിൻ, ട്രാൻസ്ഫെറിൻ, ഹീമോസിഡ്രിൻ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള പ്രോട്ടീൻസാണ് എന്തിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്? ഓക്സിജൻ്റെ സ്റ്റോറേജിന് വേണ്ടിയിട്ടും അതേപോലെ അതിൻ്റെ സ്കാവേജിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിലല്ല, മറ്റു ചില അനിമൽസിൽ ഇത്തരത്തിലുള്ള ഫെറിറ്റിൻ, ട്രാൻസ്ഫെറിൻ, ഹീമോസിഡ്രിൻ എന്ന് പറയുന്ന എന്ത് ചെയ്യുന്നുണ്ട്? പ്രോട്ടീൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ മറ്റു തരത്തിലുള്ള എൻസൈംസിൽ അയൺ ആക്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആൽഡിഹൈഡ് ഓക്സിഡേസ്, കാറ്റലേസ്, പെറോക്സിഡേസ് ആൻഡ് സക്സീനിക് ഡീഹൈഡ്രോജിനേസ് എന്ന് പറയുന്ന ഹോർമോൺ എൻസൈംസിലെല്ലാം ആക്ട് ചെയ്യുന്നുണ്ട്? അയൺ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയൺ നമ്മുടെ ബോഡിയിൽ ഒത്തിരി ആവശ്യമുണ്ട്. നമ്മൾ അയൺ ബോഡിയിലില്ലെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ബ്ലഡ് ഇല്ല എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക? അയൺ ഫോളിക് ആസിഡ് കുടിക്കാനാണ് പറയുക. അതായത് അയൺ കണ്ടൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് എന്തില്ലാത്തത്? RBCയിൽ എന്തില്ലാത്തത്? ഹീമോഗ്ലോബിൻ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഒത്തിരി അനീമിയ ഒക്കെ പോലത്തുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുള്ളത്. സോ ബട്ട് എന്താണ്, കൂടുതൽ മോസ്റ്റ് എമൗണ്ട് നമ്മളെ ബോഡിയിൽ അയൺ വന്നാലും പ്രശ്നം തന്നെയാണ്. ഒത്തിരി കൂടുതൽ എമൗണ്ട് അയൺ ഉണ്ടാവാൻ പാടുള്ളൂ. ഒരു നോർമൽ ലെവൽ അയൺ നമ്മുടെ ബോഡിയിൽ പ്രസൻ്റ് ആവാൻ പാടുള്ളൂ.
സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കാര്യത്തിലേക്ക് മൂവ് ചെയ്യുന്നത്. അതായത് ഹീമോഗ്ലോബിൻ്റെയും മയോഗ്ലോബിൻ്റെയും സ്ട്രക്ചറാണ് നമുക്ക് പഠിക്കാനുള്ളത്. എങ്ങനെയാണ് അതൊക്കെ ഫങ്ഷൻ ചെയ്യുന്നത്, ബോഡിയിൽ എങ്ങനെയൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ സ്ട്രക്ചറാണ് നോക്കുന്നത്, ഹീമോഗ്ലോബിൻ്റെയും മയോഗ്ലോബിൻ്റെയും സ്ട്രക്ചർ. സോ ഹീമോഗ്ലോബിൻ്റെയും മയോഗ്ലോബിൻ്റെയും സ്ട്രക്ചർ നോക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് ഹീമോഗ്ലോബിനിലേക്ക് വരാം. ഓക്കെ, സോ ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഹീം പ്ലസ് ഗ്ലോബിൻ എന്നാണത്. ഹീം എന്ന് പറയുന്നതും ഗ്ലോബിൻ എന്ന് പറയുന്നതിനും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഹീമോഗ്ലോബിൻ ഉള്ളത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ആദ്യം ഹീം എന്താണെന്ന് നോക്കാം. ഹീം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പ്രോട്ടീൻ പാർട്ടാണ് എന്ത് ഹീം. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്കൊരു സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഈ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് പൈറോൾ സ്ട്രക്ചർ. പൈറോൾ സ്ട്രക്ചറിനകത്ത് 4 കാർബൺ ആറ്റംസ് ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം 4 കാർബൺ ആറ്റംസ് ഉണ്ട്. 5th പൊസിഷനിൽ ഒരു നൈട്രജൻ ആറ്റം വന്നിട്ടുണ്ട്, ദെൻ ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, പൈറോൾ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. 2 ഡബിൾ ബോണ്ടും ഉണ്ട്. ഓക്കെ, സോ 4 കാർബൺ ആറ്റം, 2 ഡബിൾ ബോണ്ട്, 1 നൈട്രജൻ ആറ്റം, ഒരു ഹൈഡ്രജൻ ആറ്റം ഉള്ള നൈട്രജൻ കമ്പൈൻ വിത്ത് ഹൈഡ്രജൻ. ഓക്കെ, കാർബണിലും ഹൈഡ്രജൻ ഉണ്ട്, പക്ഷേ ഈ സ്ട്രക്ചർ ആയതുകൊണ്ട് നമ്മൾ വരച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ ഇതാണ് പൈറോൾ സ്ട്രക്ചർ. ഈ ഇത്തരത്തിലുള്ള 4 പൈറോൾ സ്ട്രക്ചർ ഒരുമിച്ച് കൂടിയാലാണ് നമുക്കൊരു പോർഫൈൻ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കിട്ടും. അപ്പം ഇത്തരത്തിലുള്ള 4 പൈറോൾ സ്ട്രക്ചർ ഒരുമിച്ച് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ ഓരോ പൈറോൾ സ്ട്രക്ചറും ഓരോ മീഥൈൻ ഗ്രൂപ്പുമായിട്ടാണ് ബ്രെഡ് ചെയ്തിട്ടുള്ളത്. അപ്പം 4 ഒരുമിച്ച് വെക്കുക എന്ന് പറഞ്ഞില്ലേ, ഈ 4 ഒരുമിച്ച് വെക്കുന്നത് 2 ഇടയിൽ ഏത് ഗ്രൂപ്പ് ഉണ്ടാവും, മീഥൈൻ ഗ്രൂപ്പ് ഉണ്ടാവും. ഈ മീഥൈൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ CH ഡബിൾ ബോണ്ട് ഗ്രൂപ്പാണ് എന്ത് മീഥൈൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ അപ്പം ഈ 4 പൈറോളിൻ്റെയും ഇടയിൽ എന്തുണ്ടാകും, ഓരോ മീഥൈൻ ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ ചേർത്ത് വെച്ചിട്ടുള്ള സ്ട്രക്ചറിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, പോർഫൈൻ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചർ ഇതാണ്, പോർഫൈൻ സ്ട്രക്ചർ. ഇപ്പോൾ ഇതിലേക്ക് നോക്കൂ, 4 എന്തുണ്ട്, പൈറോൾ റിങ് ഉണ്ട്. ഈ 4 പൈറോൾ റിങ്ങിൻ്റെയും സെൻട്രലായിട്ട് എന്തുണ്ട്, CH ഡബിൾ ബോണ്ട് എന്ന് പറയുന്ന ഓരോ ഗ്രൂപ്പ് പ്രസൻ്റ് ആയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പോർഫൈൻ ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? സോ ഇപ്പോൾ നമ്മൾ പോർഫൈൻ്റെ സ്ട്രക്ചർ നോക്കി. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയാണ് ഹീം ഗ്രൂപ്പിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലാദ്യം നമ്മൾ പൈറോൾ പറഞ്ഞു. ദെൻ 4 പൈറോൾ ഗ്രൂപ്പ് ഒരുമിച്ച് വെച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി, പോർഫൈറിൻ റിങ് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ഹീം ഗ്രൂപ്പിലേക്കാണ് വരുന്നത്. ഹീം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക, 4 നൈട്രജൻ ആറ്റംസ് ഉണ്ട് അല്ലേ. 4 നൈട്രജൻ ആറ്റംസിൽ എന്തുണ്ട്, ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് 2 നൈട്രജൻ ആറ്റത്തിന് എന്ത് പോവും, അതിൻ്റെ കോൺജുഗേഷൻ വരയ്ക്കുന്നത് കൊണ്ട് ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ടാണ് ഒരു കോൺജുഗേഷൻ വരച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്തിട്ട് ആര് വരും, അയൺ ആറ്റം അതിൻ്റെ സെൻറ്ററിൽ വരും. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹീം ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചർ കാണിക്കാം. സോ ഈ സ്ട്രക്ചർ നോക്കൂ, ഈ സ്ട്രക്ചറിൻ്റെ സെൻറ്ററിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്താണ്, ഹൈഡ്രജൻ ആറ്റത്തിനെ റീപ്ലേസ് ചെയ്തിട്ട് ആര് വന്നിട്ടുണ്ട്, അയൺ വന്നിട്ടുണ്ട്. ഇവിടെ അയൺ Fe2+ ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇത്രയാണ്, ഫെറസ് അയൺ ആണ്, Fe2+ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് വന്നതുകൊണ്ട് 2 ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്തിട്ട് Fe2+ ഇവിടെ വന്നു. സോ ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, അതിനെ ഹീം ഗ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. സോ ഈ ഹീം ഗ്രൂപ്പ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസൻ്റ് ആണ്. അതായത് ഹീം ഗ്രൂപ്പാണ് മെയിൻ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്. ഈ ഹീം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്, പോർഫൈറിൻ റിങ്ങിൻ്റെ സെൻട്രലായിട്ട് ഒരു Fe2+ അയൺ വരുന്നതാണ് എന്ത്, ഹീം ഗ്രൂപ്പ്. അതിൻ്റെ പുറത്തേലുള്ള കോൺസ്റ്റൻ്റ് പാർട്ടികളൊക്കെ പലതിലും ഡിഫറെൻ്റ് ആണ്.
ഫോർ എക്സാമ്പിൾ നമ്മുടെ ബോഡിയിൽ തന്നെ ഹീമോഗ്ലോബിനിൽ എന്തുണ്ട്, ഹീം ഗ്രൂപ്പ് ഉണ്ട്, മയോഗ്ലോബിനിൽ ഹീം ഗ്രൂപ്പ് ഉണ്ട്. ദെൻ സൈറ്റോക്രോം നമ്മൾ പറഞ്ഞു അല്ലേ. എന്തായിരുന്നു സൈറ്റോക്രോം എന്ന് പറയുന്നത്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഇലക്ട്രോൺ കാരിയർ ആണ്, പ്ലാന്റ്സിലുള്ള ഇലക്ട്രോൺ കാരിയർ ആണ്. സോ അതിലും എന്തുണ്ട്, ഹീം ഗ്രൂപ്പ് ഉണ്ട്. ദെൻ എൻസൈം സച്ച് ആസ് കാറ്റലൈസ് ആൻഡ് പെറോക്സിഡേസ്, അതിലും എന്ത് പ്രസൻ്റ് ആണ്, ഹീം ഗ്രൂപ്പ് പ്രസൻ്റ് ആണ്. ബട്ട് അതിൻ്റെ പുറത്തുള്ള സ്ട്രക്ചറിൽ ഫങ്ഷൻ ഗ്രൂപ്പിൽ എല്ലാത്തിലും ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അതിന് ഡിഫറെൻറ്റ് പേര് ഇട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സെൻട്രലിലുള്ള ഈ അയേണും ഈ പോർഫയറിംഗ് റിങ്ങും പ്രസൻ്റ് ആയിട്ടുള്ള ഏതിനെയും നമ്മൾ എന്താ വിളിക്കുന്നത്, ഹീം ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. സോ ഇനി നമ്മൾ ഹീമോഗ്ലോബിനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഹീം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഹീം പ്ലസ് ഗ്ലോബിന എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഹീം ഗ്രൂപ്പ് ഉണ്ട്. ഈ ഹീം ഗ്രൂപ്പിൻ്റെ ഹീം ഗ്രൂപ്പും അതുപോലെ ഈ ഹീം ഗ്രൂപ്പ് ഏകദേശം 4 ഹീം ഗ്രൂപ്പ് കൂടിയതാണ് എന്ത്, ഒരു ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള 4 ഹീം ഗ്രൂപ്പ് കമ്പൈൻ ചെയ്തതാണ് എന്ത്, ഒരു ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിലും മയോഗ്ലോബിലും എന്തുണ്ട്, ഹീം ഗ്രൂപ്പ് ഉണ്ട്. ബട്ട് ഹീമോഗ്ലോബിൻ്റെ കേസിലാണെന്നെങ്കിൽ ഇത്തരത്തിലുള്ള 4 ഹീം ഗ്രൂപ്പ് ചേർന്നതാണ് എന്ത്, ഹീമോഗ്ലോബിൻ. ദെൻ മയോഗ്ലോബിൻ ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഹീം ഗ്രൂപ്പ് മാത്രം കമ്പൈൻ ചെയ്തതാണ് എന്ത്, മയോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു സ്ട്രക്ചറിനകത്ത് 4 ഡിഫറെൻറ്റ് ഹീം ഗ്രൂപ്പ് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ 4 ഡിഫറെൻറ്റ് കളറിൽ തന്നിട്ടുണ്ട്. അത് 4 ഡിഫറെൻറ്റ് ഹീം ഗ്രൂപ്പാണ്. ഈ 4 ഡിഫറെൻറ്റ് ഹീം ഗ്രൂപ്പ് കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്തിട്ടുള്ളത്, ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുള്ളത്. എന്നാൽ മയോഗ്ലോബിൻ്റെ കേസിലാണെങ്കിൽ ഒരെണ്ണം മാത്രമേ കമ്പൈൻ ചെയ്തിട്ടുള്ളൂ. ഇവിടെ നോക്കൂ, ഇത് മയോഗ്ലോബിൻ്റെ സ്ട്രക്ചറാണ്. ഇവിടെ ആകെ ഒരു ഹീം പ്രോട്ടീൻ മാത്രമേ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളൂ. ഈ സ്ഥാനത്ത് ഹീമോഗ്ലോബിൻ്റെ കേസിൽ ഇത്തരത്തിലുള്ള 4 എണ്ണം കമ്പൈൻ ചെയ്തിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും മെയിൻ ഡിഫറൻസ് പറയാം. മയോഗ്ലോബിനും ഹീമോഗ്ലോബിനും, മയോഗ്ലോബിലാണെങ്കിൽ 1 സബ് യൂണിറ്റേ പ്രസൻ്റ് ആയിട്ടുള്ളൂ. എന്നാൽ ഹീമോഗ്ലോബിനിൽ 4 സബ് യൂണിറ്റ് പ്രസൻ്റ് ആയിട്ടുള്ളത്. സോ ഒരു സബ് യൂണിറ്റിൽ ഒരു ഹീം ഗ്രൂപ്പേ ഉള്ളൂ. എന്നാൽ 4 സബ് യൂണിറ്റിൽ എത്ര ഹീം ഗ്രൂപ്പ് ഉണ്ട്, 4 ഹീം ഗ്രൂപ്പ് പ്രസൻ്റ് ആണ്. ദെൻ മറ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് 64,500 ആണ്. 64,500 ആണ് എന്ത്, ഹീമോഗ്ലോബിൻ്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത്. കാരണം അതിൽ എത്ര സബ് യൂണിറ്റ് ഉണ്ട്, 4 സബ് യൂണിറ്റ് ഉണ്ട്. അതിൽ ഓരോ സബ് യൂണിറ്റിലും എന്ത് പ്രസൻ്റ് ആണ്, ഹീം ഗ്രൂപ്പ് പ്രസൻ്റ് ആണ്. എന്നാൽ മയോഗ്ലോബിൻ്റെ മോളിക്കുലാർ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 17,000 ആണ്. ഓക്കെ, 17,000 ആണ് മയോഗ്ലോബിൻ്റെ മോളിക്കുലാർ വെയിറ്റ്. കാരണം അതിലാകെ എന്തുള്ളൂ, ആകെ ഒരു സബ് യൂണിറ്റേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ഹീം ഗ്രൂപ്പേ പ്രസൻ്റ് ആയിട്ടുള്ളൂ. മറ്റൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മയോഗ്ലോബിനിലാണ് ഓക്സിജൻ കൂടുതലായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നത്. ഹീമോഗ്ലോബിനേക്കാളിലും മയോഗ്ലോബിനിലാണ് ഓക്സിജൻ സ്ട്രോങ് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിലുള്ള ഹീമോഗ്ലോബിൻ ഇത്തരത്തിൽ സ്ട്രോങ് ആയിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും അതിന് ഓക്സിജനെ അങ്ങോട്ട് സെൽസിലേക്ക് കൊടുക്കാനും കാർബൺ ഡൈ ഓക്സൈഡിന് ഇങ്ങോട്ട് തിരിച്ച് മേടിക്കാനും കഴിയില്ല. ഓക്കെ, അത് നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ എക്സ്ചേഞ്ച് എല്ലാം, സെല്ലുലാർ റെസ്പിറേഷനൊക്കെ. അപ്പം ഏറ്റവും കൂടുതൽ ഓക്സിജൻ സ്ട്രോങ് ആയിട്ട് ബൈൻഡ് ചെയ്തിരിക്കുന്നത് ഏതിലാണ്, മയോഗ്ലോബിനിലാണ്, ഹീമോഗ്ലോബിനിലല്ല. ദെൻ നമുക്ക് അതിൻ്റെ വേറെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മയോഗ്ലോബിൻ്റെയും ഹീമോഗ്ലോബിൻ്റെയും അമിനോ ആസിഡ് സീക്വൻസിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾ മയോഗ്ലോബിൻ്റെയും ഹീമോഗ്ലോബിൻ്റെയും ഏകദേശം സ്ട്രക്ചർ കമ്പയർ ചെയ്തു. ഇനി നമ്മൾ ക്ലോറോഫിലിൻ്റെ സ്ട്രക്ചറാണ് നോക്കുന്നത്. സോ ക്ലോറോഫിലിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്കറിയാം, ക്ലോറോഫിൽ അടങ്ങിയിട്ടുള്ള മെറ്റൽ ഏതാണ്, മഗ്നീഷ്യമാണ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സോ ഈ മഗ്നീഷ്യത്തിൽ എന്തുണ്ട്, അയണിന് പകരം മഗ്നീഷ്യമാണ് ഈ ഒരു പോർഫയറിംഗ് റിങ്ങിൻ്റെ സെൻറ്ററിൽ വരുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്ലോറോഫിൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത്. സോ അതിൻ്റെ സ്ട്രക്ചറിന് അതിൻ്റെ പുറത്തുള്ള
ഈ പോർഫൈറിങ് റിങ്ങിൻ്റെ പുറത്തുള്ള കമ്പോണൻസിന് വ്യത്യാസമുണ്ട്. ബട്ട് അതിൻ്റെ ഉള്ളിലുള്ള മഗ്നീഷ്യമാണ് ക്ലോറോഫിലിനുള്ളത്. എന്നാൽ അയണിനും ഹീമോഗ്ലോബിനും മയോഗ്ലോബിനും എന്താണുള്ളത്? ഈ പോർഫൈറിങ് റിങ്ങിൻ്റെ ഉള്ളിൽ അയണാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങളുടെ ഈ എല്ലാ സ്ട്രക്ചറും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പൈറോൾ കമ്പൈൻ ചെയ്തിട്ട് പോർഫൈറിങ് റിംഗ് ഫോം ചെയ്തിട്ടുണ്ട്. ഈ പോർഫൈറിങ് റിങ്ങിൻ്റെ ഉള്ളിൽ മഗ്നീഷ്യം ആണ് വരുന്നതെങ്കിൽ അത് ക്ലോറോഫിൽ സ്ട്രക്ചർ ആയിരിക്കും. എന്നാൽ അതിൻ്റെ ഉള്ളിൽ അയൺ ആണ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്, അതെന്തായിരിക്കും? ഹീം ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ ദ സ്ട്രക്ചർ ഓഫ് ഹീമോഗ്ലോബിൻ ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി നമ്മൾ ഈ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചറാണ് നോക്കുന്നത്. അതായത് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ അയൺ ഉണ്ട്, അയണിൻ്റെ പുറത്തായിട്ട് പോർഫൈറിങ് റിംഗ് ഉണ്ട്, ദെൻ അതാണ് ഹീം ഗ്രൂപ്പ്. ഇനി ഗ്ലോബിൻ എന്താണ്? ഗ്ലോബിൻ ഈസ് ആക്ച്വലി പ്രോട്ടീനാണ്. അപ്പോൾ ഇനി നമ്മൾ അയൺ ഇവിടെ Fe2+ ആണ് ഇവിടെ ഒക്കുപ്പൈ ചെയ്തിട്ടുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞു. സോ ഇവിടെ അയണിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒക്ടാഹീഡ്രൽ ഷേപ്പാണ്. സോ ഒക്ടാഹീഡ്രൽ ഷേപ്പ് ആകുന്ന സമയത്ത് അയണ് 6 വാലൻസ് ആറ്റംസുമായിട്ട് എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. അതിൽ 4 എണ്ണം 4 നൈട്രജനുമായി കണക്ട് ചെയ്ത് ഹീം ഗ്രൂപ്പിനകത്ത് 4 നൈട്രജനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ റിമൈനിങ് 2 വാലൻസി ഇവിടെ കിടക്കുന്നുണ്ട്. അതിൽ ഒരു വാലൻസി നമുക്കറിയാം ഒന്നില്ലെങ്കിൽ ഓക്സിജനുമായിട്ടോ അല്ലെങ്കിൽ വാട്ടറുമായിട്ടാണോ കണക്ട് ചെയ്യുന്നത്. ദെൻ റിമൈനിങ് ഒരെണ്ണം നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ ഹീമ മാത്രമേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഗ്ലോബിനും കൂടി ഉണ്ടല്ലേ. ഈ ഗ്ലോബിൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ഒരു പ്രോട്ടീനാണ്. ഹിസ്റ്റിഡിൻ റെസിഡ്യൂ ആണ് അതിലുള്ളത്. ഓക്കെ, അതിൻ്റെ ഈ ഹീമോഗ്ലോബിനിലുള്ള അയണിൻ്റെ 5th വാലൻസി എന്ന് പറയുന്നത് ആരാണ് ഒക്കുപ്പൈ ചെയ്തിട്ടുള്ളത്? ഈ ഹിസ്റ്റിഡിൻ റെസിഡ്യൂ, അതായത് ഗ്ലോബിനിലുള്ള ഹിസ്റ്റിഡിൻ റെസിഡ്യൂയിലുള്ള നൈട്രജനുമായിട്ടാണ് എന്ത് കമ്പൈൻ ചെയ്തിട്ടുള്ളത്. ഈ പിക്ചർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. എ എന്ന് പറയുന്ന പിക്ചർ നോക്കൂ. ഈ എ എന്ന് പറയുന്ന പിക്ചറിൽ ഹീം ഗ്രൂപ്പ് 4 എണ്ണം തന്നിട്ടുണ്ട്. അയണിൻ്റെ 4 സൈഡിലായിട്ട് എന്തുണ്ട്? ഹീം ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഓരോന്നും നൈട്രജനുമായിട്ട് 4 എണ്ണം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ 5ാമത്തത് താഴെയുള്ളതാണ് പറയുന്നത്. 5ാമത്തത് താഴെയുള്ളത് നൈട്രജനുമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? 5th വാലൻസി ഒക്കുപ്പൈ ചെയ്തിട്ടുള്ളത്. ഈ നൈട്രജൻ എന്ന് പറയുന്നത് ഹിസ്റ്റിഡിൻ റെസിഡ്യൂ ആണ്. അത് ഹിസ്റ്റിഡിൻ എന്ന് പറയുന്ന ഒരു റെസിഡ്യൂവിൻ്റെ ഒരു കമ്പോണൻ്റ് ആണ് എന്ത്? നൈട്രജൻ എന്ന് പറയുന്നത്. ഈ ഹിസ്റ്റിഡിൻ റെസിഡ്യൂ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഹീമോഗ്ലോബിനിലുള്ള ഗ്ലോബുലാർ പ്രോട്ടീനിൻ്റെ ഒരു പാർട്ടാണ്. ഇപ്പോൾ ഹീമോഗ്ലോബിനിൽ എന്തുണ്ട്? ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഹീമോ പ്ലസ് ഗ്ലോബിൻ ആണല്ലേ. അപ്പോൾ ഗ്ലോബിൻ എന്ന് പറയുന്നത് ഒരു ഗ്ലോബുലാർ പ്രോട്ടീൻ പാർട്ടാണ്. ഈ ഗ്ലോബുലാർ പ്രോട്ടീൻ പാർട്ടിൻ്റെ ഒരു പാർട്ടാണ് എന്ത്? ഹിസ്റ്റിഡിൻ റെസിഡ്യൂ എന്ന് പറയുന്നത്. ഈ ഹിസ്റ്റിഡിൻ്റെ നൈട്രജനുമായിട്ടാണ് ഈ അയണിൻ്റെ 5th വാലൻസി ഒക്കുപ്പൈ ചെയ്തിട്ടുള്ളത്. ദെൻ 6th വാലൻസി ഒന്നില്ലെങ്കിൽ വാട്ടറുമായിട്ട് ഒക്കുപ്പൈ ചെയ്യാം, അല്ലെങ്കിൽ ഓക്സിജനുമായിട്ട് ഒക്കുപ്പൈ ചെയ്യാം. ഓക്കെ, ഇനി വാട്ടറുമായിട്ടാണ് ഒക്കുപ്പൈ ചെയ്യുന്നതെങ്കിൽ 6th വാലൻസി വാട്ടറുമായിട്ടാണ് ഒക്കുപ്പൈ ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിയോക്സി സ്പീഷീസ് എന്ന് വിളിക്കുന്നത്, അതായത് ഓക്സിജൻ ഇല്ലാത്തത്. ദെൻ ഓക്സിജനുമായിട്ടാണ് ഒക്കുപ്പൈ ചെയ്യുന്നതെങ്കിൽ നമ്മളതിനെ എന്ത് വിളിക്കും? ഓക്സിജൻ സ്പീഷീസ് അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് സ്പീഷീസ് എന്ന് വിളിക്കും.